അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു. പൗഡറൊക്കെ കഴുകിക്കളഞ്ഞ് സ്വന്തം രൂപം തിരിച്ചു പിടിക്കാം. മൊത്തം തന്നോളൂ. ഞാൻ ഇറങ്ങി, നീ വീട്ടിലേക്ക് പോക്കൂ. അല്ല, നമ്മുടെ എൻഡിങ് ചെയ്യുമ്പം ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? ഓ എന്റെ വയ്ക്കത്തപ്പാ, ഇപ്പൊ മനസ്സിലായി. എന്താണ് തേണ്ടി ആദ്യം പറയാത്തത്? ഇതെങ്ങാനും ആ മിന്നുമോടെ അറിഞ്ഞാൽ അന്ന് തന്നെ ആ തറവാട്ടിൽ അടിച്ചു പുറത്താക്കും. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അവരിപ്പോഴും കറങ്ങൂല. അല്ല സാറേ, രണ്ടുപേരും ഈയിടെയായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താ? അല്ല, ഡിസ്കസ് ചെയ്ത് നമ്മുടെ മിന്നുമേടത്തിനെ ആദ്യം സാർ അടിച്ചിട്ട് പോകോ? മിന്നുമോളെ പറ്റി നീ ഒരു അക്ഷരം പറഞ്ഞാൽ അവൾ എന്റെ മോൻ രാഹുൽ കെട്ടാൻ പോണ പെണ്ണാ. മിന്നു, ഞാൻ പറയുന്നത് കേക്കണ്ട. ആദിയുടെ പുരാണം നീ കേക്കണം. എന്റെ വീട്, അച്ഛൻ, അമ്മ, ഞാൻ പറഞ്ഞല്ലോ കൊറേയൊക്കെ എനിക്ക് അറിയാം. നിനക്കറിയാത്ത പലതും ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണെങ്കിൽ അങ്ങനെ ആയിക്കോ. ആദ്യമായിട്ട് എനിക്ക് തിരിച്ചു തന്ന സന്തോഷങ്ങളും സ്വപ്നങ്ങളും തിരിച്ചെടുക്കാനാണെങ്കിൽ എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് മിന്നുമോളെ ഇഷ്ടാണോ? അതെ. എന്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അളിയാ, പെങ്ങളെ ജീവിച്ചിരുന്നപ്പോ എനിക്ക് തന്ന വാക്കാ മിന്നുവിന്റെയും എന്റെ മകൻ രാഹുലിന്റെയും കല്യാണം. വാക്കല്ലി മാറ്റാൻ പറ്റും, നാക്ക് മാറ്റാൻ പറ്റില്ല. എന്തായി അറിയാ, ആദിത്യനും ലക്ഷ്മിയും വന്നതിന് ശേഷമാണ് നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു കിട്ടിയത്. എന്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ആന്റണി, ആദിത്യന്റെ കോലോത്തി എന്ന് അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. അന്നിങ്ങ് വന്നേ. അതെ, ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം തീരുമാനിക്കാൻ. ഈ കാര്യം പറയുമ്പോ എനിക്കൊരു ഏതാണ്ട് പോലെയാ ഒരിത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് സിനിമയിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അമ്മയെ ഇറക്കുമതി ചെയ്യാറ്. എന്റെ മോൻ ആശിച്ചതൊന്നും ഈ അപ്പ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല. നീ പറഞ്ഞതുപോലെ ഞാനാണ് അവന്റെ അപ്പനെന്നറിഞ്ഞ വേണ്ട. ഞാനായിട്ട് അവനൊരു ജീവിതം ഇല്ലാതാക്കണ്ട. കൊട്ടാരത്തിൽ ഒരു പെണ്ണിനെ തന്നെ എന്റെ മോൻ കെട്ടുമ്പോൾ ലക്ഷ്മിക്ക് വലിയ സന്തോഷാവും. അവരുടെ സന്തോഷ ആന്റണിയുടെ സമ്പാദ്യം. ഈ അപ്പനൊരു അപേക്ഷയുണ്ടെന്ന് ആദ്യോട് പറയണം. ആദ്യം മോന്റെ അച്ഛൻ മരിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ വേറൊരു അപ്പനെ കൊണ്ടുവന്ന് നാടകം കളിക്കരുത്. അത് ചിലപ്പോ ഈ അപ്പന് സഹിക്കില്ല. ഞാൻ തടഞ്ഞില്ല. തടഞ്ഞാലും ആന്റണി ചെന്ന് നിൽക്കില്ലെന്ന് എനിക്കറിയാം. ലക്ഷ്മിയമ്മേ, നമ്മളൊക്കെ വെളുത്തവരാ, ആന്റണിച്ചൻ കറുത്തവനും. പക്ഷെ ആന്റണിച്ചന്റെ മനസ്സിന്റെ വെളുപ്പ് നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ഞാനും ആന്റണിച്ചന്റെ അടുത്തേക്ക് പോവാ. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മ എന്നും എന്റെ ആദിയുടെ ഒപ്പം ഉണ്ടാവണം. എവിടേക്കും വിടില്ല ഞാൻ എന്റെ ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മ, എന്താ പറ്റി? ഒന്നുമില്ല മോളെ,
മോടെ സ്നേഹം കണ്ടപ്പോ ഈ ലക്ഷ്മിയമ്മ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, അച്ഛാ, അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഇന്നലെ കിടന്നത്? രാത്രി ലക്ഷ്മിയമ്മ കുറെ കരയുന്നുണ്ടായിരുന്നു. അളിയാ, അളിയാ. ഓ, എന്താളിയാ? ലക്ഷ്മിയെ കാണാനില്ല. ഞാൻ അന്നേ പറഞ്ഞതാ കണ്ടുവരെ വിളിച്ച് തറവാട്ട് കയറ്റി കിടത്തരുത്. ഇപ്പൊ എന്തായി? എന്റെ അളിയ, അതൊക്കെ പിന്നെ പറയാം. അളിയനൊന്ന് അന്വേഷിച്ചേ. നീ പോയി വേലക്കാരുടെ മുറി നോക്ക്, ഞാൻ ആ പൊട്ടന്റെ മുറി നോക്കട്ടെ. അമ്മ ഞാനൊന്ന് പറയുന്നു കേൾക്കും. മോനെ, അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട. അപ്പന്റെ കണ്ണീര് വീണ കേതി പിടിക്കില്ലെന്ന്. ഹൈ, അമ്മ കരയാതിരിക്കേ. നേരെ ഒന്ന് വിടുത്തോട്ടെ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നമുക്ക് ഇവിടെ നിറങ്ങാം. ആ, കരയല്ലേ എന്ന്. പൊട്ടനെ കാണാനില്ലല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടതായിരിക്കും. എന്തൊക്കെയാണാവോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ആ മാനേജരെ പിടിക്കാം. എല്ലാരും വേഗം വാ. അച്ഛനും മകളും കൺകുളിർക്കെ കാണാൻ. ഇനിയെങ്കിലും ഈ മാധവർമ്മ പറയുന്നു ഒന്ന് വിശ്വസിക്ക്. എനിക്കന്നേ സംശയമുണ്ടായിരുന്നു. കോലത്തെ അടിച്ചു തളിക്കാർ ഇവിടെ തന്നെ എത്തണമെങ്കിൽ തമ്പുരാൻകുട്ടിക്ക് ഇവളുമായി എന്തോ ശരിയല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഓ, എന്നാലും നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്. മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായി. അതെ, മകൻ തന്നെയാ. ഈ അമ്മ പ്രസവിച്ച സ്വന്തം മകൻ. ഇനിയും പറയാം, എന്നെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഡ്രൈവർ ആന്റണി എന്റെ അപ്പനാ. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നേ? അടിച്ചിറക്കടായി തള്ളേ മോനെ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അയ്യോ, മോനെ. നടക്കടാ. ഇടചൊല്ലി പിരിയുവാൻ വയ്യെങ്കിലും വിലപിച്ചു തീരുവാനല്ലെങ്കിലും വിധിയെന്ന വേടന്റെ വിഷമുള്ള ശരമേറ്റു വിഘടിച്ചു പോകുന്നു നമ്മൾ അറിയാതെ അറിയാതെ. മിന്നുവല്ല, ഇന്നു മുതൽ ഈ തറവാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അളിയ, ഓ, രാഹുലിനോട് എത്രയും പെട്ടെന്ന് പുറപ്പെട്ടു വരാൻ പറയണം. മിന്നുവിന്റെയും രാഹുലിന്റെയും വിവാഹം നമുക്ക് ഉടനെ നടത്താം. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ രാഹുൽ ഇങ്ങെത്തും. എത്തിയാലുടൻ തന്നെ അമ്മാവൻ രാഹുലിനെ കൊണ്ട് മിന്നുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കും. അങ്ങനെ സംഭവിച്ചാൽ മിന്നു ഒരു പക്ഷേ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? വാ തുറന്നു. ഓ, നിനക്കതിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പാവം, വാ തുറക്കാൻ പറ്റാത്ത ഊമ. ആദി, രാഹുൽ കൊട്ടാരത്തിൽ എത്തരുത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മിന്നു നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ പിന്നെ നീ എന്തിനാ മടിക്കുന്നത്? എടാ ആദിത്യ,
കണ്ടില്ലേ എടാ, നിനക്ക് മിന്നുവിനും വേണ്ടി ഒരു പൊട്ടം വരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തോന്ന് നോക്കാനടാ, വാ പോവാം. ഇല്ല, അതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. ഇനിയെങ്കിലും അപ്പന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണം. എന്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഞാനായിട്ട് വരുത്തി വെച്ച കടങ്ങളൊക്കെ തീർക്കണം. ഇനിയും കടക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒളിച്ചു നടക്കാം. പീതാംബര ദാ വരുന്നുണ്ട്. കാശ് കൊടുക്കാനുള്ളവരാന്ന് തോന്നുന്നു. സ്റ്റാൻഡ് വിടാം. ഓഹോ, ഇങ്ങോട്ടാണല്ലേ. എന്നാ പിന്നെ ഇനി ഓടിയേക്കാം. എയർപോർട്ടിലേക്കല്ലേ? അതെ അതെ, അളിയാ, രാഹുൽ വന്നു. ചന്ദ്രമതി, മോളെ മിന്നു. രാഹുലിനെ ആ ദുഷ്ടൻ കിഡ്നാപ്പ് ചെയ്തു. ആദിത്യനും കുറെ ഗുണ്ടകളും ചേർന്ന് അവനെ കാറിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോയി. അയ്യോ, എന്റെ മോനെ മിന്നു പോലെ ഒന്നും വേണ്ട. നീ ഒന്നും മിണ്ടായിടി. അളിയാ, അളിയൻ ഇപ്പൊ മനസ്സിലായില്ലേ വിഷമുള്ള പാമ്പിനാണ് പാല് കൊടുത്തത്. ഒരു മണിക്കൂറിനകം ഞാൻ അവരെ ലോക്കപ്പിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് മാധവർമ്മ അല്ല. എന്റെ പോലെ ഒന്നും വരട്ടെ. വണ്ടി എടുക്ക. ആദിത്യൻ രാഹുലിനെ തട്ടിക്കൊണ്ടുപോയിന്നോ? അപ്പോ അന്നിക്കൊന്നും അറിയില്ല അല്ലേ? ഇനിയും കുടുംബസമേതം എന്റെ മുമ്പിൽ നാടകം കളിക്കേണ്ട. നീയും നിന്റെ മകനും ചേർന്ന് എന്തൊക്കെ ശ്രമിച്ചാലും എന്റെ മിന്നുമോളെ ഈ ജന്മത്തിൽ അവന് തരില്ല. കർത്താവാണ് സത്യം. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ രാഹുലിന് ഒരു പോറല് പോലും ഏൽപ്പിയാത്ത തറവാട്ടിൽ ഞാൻ എത്തിക്കും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നമ്മുടെ മോൻ പഠിച്ചില്ലെങ്കിൽ സാറ് വണ്ടി എടുക്ക്. ആദ്യം എവിടാ? അകത്തുണ്ട്. വിളിക്കാവനെ. നീ ഞങ്ങൾക്കൊരു സമാധാനം തരില്ലല്ലേ? ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കി അവളെ നീ സ്വന്തമാക്കാനാണ് വിചാരിക്കണമെങ്കിൽ അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അവന് ഇവർക്ക് വിട്ടുകൊടുക്ക്. അപ്പന് നിർബന്ധമാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാം. പക്ഷേ അപ്പം പറയണം. സാറേ, ഇവരെ രണ്ടിനെ പിടിച്ച് അകത്തിട്. ഒരു മിനിറ്റ് സർ. പീതാംബര. ഇനി അപ്പം പറ, ഇവനെ വിട്ടുകൊടുക്കണോ? എന്റെ കുടുംബം വഴിയാധാരാക്കാൻ നോക്കിയ നായ. ഇനി എന്റെ ആന്റണി, നോ. സാറിന് അറിയോ, മിന്നുനെ കെട്ടാൻ പോണ ഇവനാ തോമസ് മാത്യു എന്ന പേരിൽ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ വഴിയാധാരാക്കിയത്. ആ ഒറ്റ കാരണം കൊണ്ടാ സാറിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് അഭിനയിക്കേണ്ടി വന്നത്. ഇനി സാറ് പറ, ഇവന് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? മിന്നു പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ള കാര്യം എനിക്ക് അറിയില്ല. അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക്. വണ്ടി ഇടാ. ഈ ടെക്നോളജിയിൽ ഒരു പോക്കേ. എല്ലാം പോയാലും അവനെ പിടിച്ചല്ലോ. ഇനി എന്താ അടുത്ത പരിപാടി? കുറച്ച് കൃഷി ഇറക്കണം. അതിന് സ്ഥലം എവിടെയാ? കുറച്ച് തരിശുഭൂമി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? ഇവിടെ നല്ല വളക്കൂറുള്ള തലയാ. പോയി ഫോൺ എടുക്കണ ചിരിക്കാതെ. പോയി മൊട്ടിട്ട പോലെ. ഹലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാ ആന്റണിച്ചിനാ ഫോൺ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്? വിസ തട്ടിപ്പുകാരനെ പിടിച്ചാൽ അഭിനന്ദിക്കാനാവും. അയ്യോ, ഞാൻ എടുക്കാം. നിനക്കല്ല, എനിക്ക്. അവിടെ ഇരി. ഹലോ, ഇത് ഞാനാ.
ഒരു ഡ്രൈവറെയും ഒരു മാനേജരെയും അടുക്കളക്കാരെയും ആവശ്യമുണ്ട്. ആവശ്യക്കാർ ഇപ്പോൾ അവിടെ എത്തും. അവരെ നിങ്ങളൊന്നു സഹായിക്കണം. ലാൽ സലാം. സംശയിക്കട്ട, ആവശ്യക്കാരൻ ഞാൻ തന്നെയാ. ആന്റണി, മഞ്ജുളം വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടാ. സാറേ, ഇനി എന്തായാലും ആ വേഷം കെട്ടാൻ ഞങ്ങളില്ല. വേഷം കെട്ടണ്ട, പരസ്പരം അറിഞ്ഞു ജീവിച്ചുകൂടെ? അന്നേ, ഞാനിപ്പോ ജോലിക്കാരെ തേടിയല്ല വന്നത്. എന്റെ മോളെ ഒരിക്കലല്ല പല തവണയാണ് ആദിത്യൻ രക്ഷിച്ചത്. ആന്റണിയുടെയും ലക്ഷ്മിയുടെയും നിറഞ്ഞ മനസ്സോടുകൂടി തന്നുകൂടെ ആദിത്യനെ, എനിക്കല്ല എന്റെ മോക്ക്. മോളെ, ലക്ഷ്മി അമ്മേ, വലതുകാലം വെച്ച് കേറിക്കോളൂ. സാർ, ഇനി ആ സാറ് വിളി വേണ്ട ആന്റണി. നമ്മള് ബന്ധുക്കളാകാൻ പോവല്ലേ. ഒന്ന് ചേർത്ത് പിടിക്കടോ. എടോ, പിടിക്കാൻ. ആന്റണി, ആ മറ്റേ കാര്യം ഇനി ലക്ഷ്മിയോട് പറയട്ടെ കേട്ടോ. പറ്റിപ്പോയി. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഒരു സ്നാപ്പിൽ ഒതുങ്ങുന്നതല്ല ജീവിതം. എങ്കിലും ഒരു സ്നാപ്പ് ഒന്ന് അറേഞ്ച് ചെയ്ത് നിന്നേ. അപ്പന്റെ മോളിഞ്ഞ് വന്നേ. അപ്പൊ ഞാനിവിടെ നിൽക്കണ്ട. ഒരു ഇതുമില്ല, ചുമ്മാ ഒന്ന് പോവാൻ. ഈ ഫോട്ടോ കളർ വേണോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ? അപ്പൊ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്.